എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 1ാമത്തെ അധ്യായത്തിന്റെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് രൂപീകരിക്കുന്ന രീതിയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടുള്ള 2 ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതാണ്: ഫൈൻഡ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37 ആൻഡ് സെവൻത് ടേം 73. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ തേർഡ് ടേം 37 ആണെന്നറിയാം, സെവൻത് ടേം 73 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 ടേംസ് എഴുതുക എന്നാണ്. അപ്പൊ നോക്കാം. ലെറ്റ് ദി ടേംസ് ബി, നമുക്ക് ഇങ്ങനെ എടുക്കാം: x1, x2, x ടേംസിനെ 1ാമത്തെ ടേം, 2ാമത്തെ ടേം, 3ാമത്തെ ടേം, 4ാമത്തെ ടേം, അങ്ങനെ ടേംസ് ഞാൻ എഴുതാണ്: x1, x2, x3, x4, x5, x6, x7. ഓക്കെ. അപ്പൊ നോക്കിയേ, x3 എന്ന് പറയുന്ന ടേം നമുക്കറിയാം 37 ആണ്. അതിനോട് കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് x4 കിട്ടുക. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x5 കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ x6 കിട്ടും. വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് x7 വരിക. അപ്പൊ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു? തേർഡ് ടേമിൽ നിന്ന് സെവൻത് ടേമിൽ എത്താൻ d plus 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. അതായത് 7 - 3 അതിന്റെ പൊസിഷനാണ്, 7th പൊസിഷനും 3rd പൊസിഷനും. അപ്പൊ 7 - 3 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേമിൽ നിന്ന് സെവൻത് ടേമിൽ എത്തുക. അപ്പൊ 7th ടേമും 3rd ടേമും നമുക്കറിയാം. അപ്പൊ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 4d എന്ന് പറയുന്നതാണ് x7 - x3. 7 - 3 പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ്, അങ്ങനെ കിട്ടും. അപ്പൊ എന്താ കിട്ടി? 73 - 37, 36. അപ്പൊ 4 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 36. അപ്പൊ d ആണ് എന്ത് ചെയ്താൽ മതി? d is equal to 36/4. 36/4 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 9 ആണ്. ഇപ്പൊ എന്താ ചെയ്ത്? കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്തു? 7th ടേമിൽ നിന്ന് 3rd ടേം കുറച്ചിട്ട് 7 - 3 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ ഇനി x2 എഴുതണം. എന്ത് ചെയ്യണം? x3 അറിയാം, 37 ആണ്. കോമൺ ഡിഫറൻസ് കിട്ടി 9. അപ്പൊ 37 നിന്ന് 9 കുറച്ചു, x2 കിട്ടും 28. വീണ്ടും 28 നിന്ന് 9 കുറച്ചു, അപ്പൊ 19 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം 19, സെക്കൻഡ് ടേം 28, തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 37, ഫോർത്ത് ടേം പറഞ്ഞാൽ എന്ത് ചെയ്യണം? 37 + 9, കോമൺ ഡിഫറൻസ് 9 ആണ്. അപ്പോൾ അടുത്ത ടൈം കിട്ടി 46 കിട്ടി. വീണ്ടും 46 + 9 55. ആദ്യത്തെ 5 ടേംസ് ആണ് എഴുതാൻ പറഞ്ഞത്. സോ ദി ഫസ്റ്റ് 5 ടേംസ് ആർ ഏതൊക്കെയാണ്? x1 എന്ന് പറയുന്നത് 19, x2 എന്ന് പറയുന്നത് 28, x3 എന്ന് പറയുന്നത് 37, x4 എന്ന് പറയുന്നത് 46, x5 എന്ന് പറയുന്നത് 55. So the terms are, the arithmetic sequence is 19, 28, 37, 46, 55, etc. അതായത് ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, d കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് എന്താണ്? 7th ടേമിൽ നിന്ന് 3rd ടേം കുറച്ചിട്ട് 7 - 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇത്. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ അവയുടെ പൊസിഷൻ, സ്ഥാനവിലകളുടെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 3ാമത്തെ ടേമിൽ നിന്ന് 7ാമത്തെ ടേമിൽ എത്താൻ 7 - 3 4 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 4d ആണ് x7 - x3 എന്ന് പറയുന്നത്. അപ്പൊ d കാണാൻ x7 - x3 അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ അവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കോമൺ ഡിഫറൻസ്. മറ്റൊരു രീതി പറഞ്ഞാൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് ടേം ഡിഫറൻസ്. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഗീവ്സ് ടേംസ് ഡിഫറൻസ്. ഏത് 2, അതായത് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പറേ ആകൂ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവിസിബിൾ ആയ നമ്പറേ
അരിത്തമാറ്റിക് സീക്വൻസിന്റെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആവുള്ളൂ. കാരണം ഡി വീതം കൂട്ടി കൂട്ടി പോവല്ലേ, അപ്പോൾ അവരുടെ ഡിഫറൻസ് എപ്പോഴും ഡിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അവിടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കോമൺ ഡിഫറൻസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി ഫോളോയിങ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നിരിക്കുന്നതാണ്. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ്. അപ്പോൾ നോക്കിയാൽ കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യണം? ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് 67 മൈനസ് 34 ആണ്. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസോ 6 മൈനസ് 3. അപ്പൊ 3D ആണ് 67 മൈനസ് 34 എന്ന് പറയുന്നത്. അപ്പോ ഡി കാണാൻ എന്ത് ചെയ്യണം? 7th ടേം 6th ടേം മൈനസ് 3rd ടേം ബൈ 6 മൈനസ് 3. x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3. x6 എന്ന് പറഞ്ഞാൽ 67, x3 34. അപ്പൊ 67 34 കുറച്ചിട്ട് 6 മൈനസ് 3 ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 33 എന്ന് കിട്ടും. 33/3 എന്ന് പറയുന്നത് 11. സോ 11 ആണ് കോമൺ ഡിഫറൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേംസ് എഴുതാലോ. ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് ഞങ്ങളുടെ. തേർഡ് ടേം അറിയാവുന്നത് അല്ലെ? തേർഡ് ടേം അറിയാം. അപ്പൊ ഫസ്റ്റ് ടേം കാണണേ എന്ത് ചെയ്യണം? ഇതിലൂടെയും നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഫസ്റ്റ് ടേം കാണണേ തേർഡ് ടേമിൽ നിന്ന് 2 ടേം പുറകിലേക്ക് വരണം. 2 ടേം പുറകിലേക്ക് വരണം. ഒരു പ്രാവശ്യം ഒരു ടേം പുറകിലേക്ക് വരണമെങ്കിൽ 1 D കുറച്ചാൽ മതി. 2 ടേം പുറകിലേക്ക് വരണമെങ്കിൽ 2 D കുറയ്ക്കണം. അതായത് തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ തേർഡ് ടേമിൽ നിന്ന് 2D കുറച്ചാൽ മതി. അതാണ് x3 മൈനസ് 2D. 3 മൈനസ് 2 ആണ് 1. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x3 മൈനസ് 2D ആണ്. 2 ടേം പുറകോട്ട് വരണം. അതുകൊണ്ടാണ് തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ 2 ടേം പുറകിലേക്ക് വരണം. അപ്പൊ 2 ടേം പുറകിലേക്ക് വരണമെങ്കിൽ 2 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പൊ എന്ത് കിട്ടും? 34 മൈനസ് 2D. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 11 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 34 മൈനസ് 2 into 11. 2 into 11 22. ഇതിന്റെ പ്രോഡക്റ്റ് 22. 11 into 2 22. അപ്പൊ 34 മൈനസ് 22 ദാറ്റ് ഈസ് 12 ആണ് ഫസ്റ്റ് ടൈം. അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പൊ 12 പ്ലസ് 11 23. 23 പ്ലസ് 11 34. 34 പ്ലസ് 11 45. 44 പ്ലസ് 11 56. അപ്പോൾ 2 ടേംസ് തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ടേംസ് ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് വരാൻ എത്ര ടേം പുറകോട്ട് വരണം നോക്കുക. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മറ്റ് ടേംസ് കിട്ടും. ക്ലിയർ ആയോ പറഞ്ഞത്? വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? D is equal to x6 മൈനസ് x3. തേർഡ് ടേം നമ്മൾ x3 എന്ന് എടുത്തു. സിമ്പിൾ എടുത്ത് തേർഡ് ടേം എന്നുള്ളതാണ് x3 എന്ന് എടുത്തു കേട്ടോ. x3 43 ആണ്. x6 76 ആണ്. അപ്പൊ D എന്ന് പറയുന്നത് x6 മൈനസ് x3 ബൈ 6 മൈനസ് 3. ടേംസ് തമ്മിലുള്ള ഡിഫറൻസിന് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ പൊസിഷൻ ആണ് 3ഉം 6ഉം. ടേംസ് ആണ് ഇത് രണ്ടും. അപ്പൊ 76 43 കുറച്ചിട്ട് 6 മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ 76 43 കുറച്ചാൽ 33 കിട്ടും. ബൈ 3. 33/3 എന്ന് പറഞ്ഞാൽ 11. അപ്പൊ ഇവിടെയും കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 11 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ ഇനി ഏതാ അറിയാവുന്ന? തേർഡ് ടേം അറിയാം. ഫസ്റ്റ് ടേമിലേക്ക് വരണം. അപ്പൊ x1 ഈസ് ഈക്വൽ ടു തേർഡ് ടേമിൽ നിന്ന് 2 ടേംസ് കോമൺ ഡിഫറൻസ്. 2 ടേം പുറകിലേക്ക് വരണമെങ്കിൽ 2D കുറയ്ക്കണം. അപ്പോൾ x3 മൈനസ് 2D. അപ്പൊ 2D എന്ന് പറഞ്ഞാൽ 11ന്റെ ട്വൈസ് 22. അപ്പൊ 43 മൈനസ് 22 സബ്ട്രാക്ട് ചെയ്യുക. 43 മൈനസ് 22 എന്ന് പറയുന്നത് ഈ 21. അപ്പൊ 21 ആണ് ഫസ്റ്റ് ടേം. ക്ലിയർ ആയോ പറഞ്ഞത്? 21 ആണ് ഫസ്റ്റ് ടേം. കാരണം തേർഡ് ടേം 43 ആണ്. 43 2 ടൈംസ് 11 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 21 ഫസ്റ്റ് ടൈം കിട്ടി. ഇനി 21ന്റെ കൂടെ 11 കൂട്ടിയാൽ സെക്കൻഡ് ടൈം കിട്ടും. വീണ്ടും 11 കൂട്ടിയാൽ തേർഡ് ടൈം കിട്ടും. വീണ്ടും 11 കൂട്ടിയാൽ ഫോർത്ത് ടൈം കിട്ടും. സോ ദി അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 21 32 11 ആഡ് ചെയ്ത് പോയാൽ 21ഉം 11ഉം ആഡ് ചെയ്യുമ്പോൾ 32 32 പ്ലസ് 11 43 43 പ്ലസ് 11 54 54 പ്ലസ് 11 65 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് കിട്ടി. അപ്പോൾ ക്ലിയർ ആയാൽ പറഞ്ഞത് എന്താ ചെയ്തത്? ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ടേമിലേക്ക് വന്നു. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് അടുത്ത ടേംസ് എഴുതി. ഓക്കെ, അടുത്ത ചോദ്യം. തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3.
അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കാം? x3 എന്ന് പറയുന്നത് 2 ആണ്, x5 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x5 മൈനസ് x3 ബൈ 5 മൈനസ് 3. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ അവയുടെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. x5 എന്ന് പറയുന്നത് 3 ആണ്, x3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 3 മൈനസ് 2 ഡിവൈഡഡ് 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2. അപ്പോ 1/2 ആണ് എന്ത് കോമൺ ഡിഫറൻസ്. ആരെയാണ് കോമൺ ഡിഫറൻസ്? ഇനി നമുക്കറിയാവുന്ന ടൈം തേർഡ് ടൈം x3 2 ആണ്. അപ്പൊ x3യിൽ നിന്ന് 2 ടൈംസ് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ ഫസ്റ്റ് ടൈം കിട്ടും. 2 ടൈം പുറകോട്ട് വരണം. അപ്പോ x3 മൈനസ് 2d. അപ്പൊ x3 എന്ന് പറയുന്നത് നമുക്കറിയാം 2. 2ൽ നിന്ന് 2 ടൈംസ് ഹാഫ് കുറയ്ക്കണം. 2 ഹാഫ് വരുമ്പോ 1 ആവും. അപ്പൊ 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. ഓക്കെ, 2.5 കൂടുമ്പോ 2 × 2 2 വെട്ടി പോകും. 1 വരും. ഇനി 2.5 കൂടിയാ 1. അപ്പൊ 2 മൈനസ് 1 1. അപ്പൊ 1 ആണ് ഫസ്റ്റ് ടൈം. ഇനി എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടൈം, സെക്കൻഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് തേർഡ് ടൈം, തേർഡ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ഫോർത്ത് ടൈം എക്സെട്ര. അപ്പൊ ഫസ്റ്റ് ടൈം 1 ആണ്. കോമൺ ഡിഫറൻസ് ആരാ കൂട്ടി? 1ന്റെ കൂടെ ആരാ കൂട്ടി? 1.5. അപ്പൊ 1 1.5, 1.5യുടെ കൂടെ ആരാ കൂട്ടിയ? 2, 2ന്റെ കൂടെ ആരാ കൂട്ടിയ? 2.5, 2.5യുടെ കൂടെ ആരാ കൂട്ടിയ? 3. അപ്പൊ 1 1.5 2 2.5 3 3.5 എക്സെട്ര. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറെ ഒരെണ്ണം നോക്കിയോ. ഫിഫ്ത്ത് ടേം ഈസ് 8 ആൻഡ് നയൻത് ടേം ഈസ് 10. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ x5 8, നയൻത് ടേം എന്ന് പറഞ്ഞാൽ x9 10. അപ്പൊ നയൻത് ടേം ഫിഫ്ത്ത് ടേം പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യണം? x9 മൈനസ് x5 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. അതായത് നയൻത് ടേമിൽ നിന്ന് ഫിഫ്ത്ത് ടേം കുറച്ചിട്ട് 9 മൈനസ് 5. അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ പറഞ്ഞ 10 മൈനസ് 8. പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 9 മൈനസ് 5. അപ്പൊ 10 മൈനസ് 8 ബൈ 4 എന്ന് കിട്ടും. അപ്പോ 10 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ 1/2. നമുക്കിപ്പോ അല്ലെ 2നെ 4നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് സെപ്പറേറ്റ് 1/2 എന്ന് കിട്ടി. ഏതാ ടേം അറിയാവുന്നത്? ഫിഫ്ത്ത് ടേം. ഫസ്റ്റ് ടേമിലേക്ക് വരാം. ഫിഫ്ത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്ര ടേം പുറകോട്ട് വരണം? 5 മൈനസ് 1 4 ടൈംസ് കോമൺ ഡിഫറൻസ് 4d പുറകോട്ട് വരണം. പറഞ്ഞ മനസ്സിലായോ? x1 എന്ന് പറയുന്നത് x5 മൈനസ് 4d ആണ്. അഞ്ചാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദത്തിലേക്ക് എത്താൻ 4 ടേം പുറകോട്ട് വന്നായി. അതായത് പൊസിഷൻ ഡിഫറൻസ് 4 ആണ്. അപ്പോ x1 ഈസ് ഈക്വൽ ടു x5 മൈനസ് 4d. d എത്രയാണ്? ഹാഫ് ആണ്. അപ്പൊ 4 × ഹാഫ്. അപ്പോൾ x5 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ൽ നിന്ന് 4 × ഹാഫ്. 4 × ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4.5 കൂടിയ 2 അല്ലെങ്കിൽ 2 4 വെട്ടാം. 4 2 കൊണ്ട് വെച്ചാൽ 2. അപ്പൊ 8 മൈനസ് 2 6 എന്ന് കിട്ടും. 6 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് ടൈം. ക്ലിയർ ആയോ പറഞ്ഞത്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് x8 മൈനസ് 4 × ഹാഫ്. അതായത് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. x1 പ്ലസ് d, അതായത് 6 പ്ലസ് ഹാഫ് 6 ആൻഡ് ഹാഫ്. വീണ്ടും ഹാഫ് ആഡ് ചെയ്യുക. 6 ആൻഡ് ഹാഫ് പ്ലസ് ഹാഫ് 7, 7 ആൻഡ് ഹാഫ് പ്ലസ് ഹാഫ് എക്സെട്ര. അങ്ങനെ സോ ദി സീക്വൻസ് ഈസ് 6, 6 ആൻഡ് ഹാഫ് 7, 7 ആൻഡ് ഹാഫ് 8, 8 ആൻഡ് ഹാഫ് എക്സെട്ര. അപ്പൊ 2 ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ടൈമാണോ പുറകോട്ട് വരേണ്ടത് ആ ഫസ്റ്റ് ടൈമിട്ട് വരിക. ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ടൈംസ് എഴുതുക. വേറെ വരണം നോക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ടൈം 7 ആൻഡ് സെവൻത്ത് ടൈം 5. അപ്പൊ നോക്കിയേ, ഫിഫ്ത്ത് ടൈം 7, സെവൻത്ത് ടൈം 5. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ് അത് തന്നെ. x5 ആണ് 7 ഫിഫ്ത്ത് ടൈം, സെവൻത്ത് ടൈം x7 ആണ് 5. അപ്പോൾ ഇവിടെ ടേംസ് നമ്മളുടെ x7 മൈനസ് xy ആണ്. അപ്പൊ d കാണുന്നത് എന്ത് ചെയ്യണം? x7 മൈനസ് xy. സെവൻത്ത് ടൈമിൽ നിന്ന് ഫിഫ്ത്ത് ടൈം കുറയ്ക്കുക. എന്നിട്ട് പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ x7 എന്ന് പറഞ്ഞാൽ 5 ആണ്, x5 എന്ന് പറഞ്ഞാൽ 7. അപ്പൊ 5 ടൈംസ് നമ്മളുടെ ഡിഫറൻസ് 5 മൈനസ് 7 ബൈ 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 2 ആണ്. -2/2 ദാറ്റ് ഈസ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ കേട്ടോ. ഫിഫ്ത്ത് ടൈം 7, സെവൻത്ത് ടൈം 5. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച mth ടൈം n, nth ടൈം m. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇങ്ങനെ വരുന്ന, അതായത് പൊസിഷൻ ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്ന
സീക്വൻസിലെല്ലാം കോമൺ ഡിഫറൻസ് -1 വരുള്ളൂ. 7th 5th ടേം 7, 7th ടേം 5. സോ കോമൺ ഡിഫറൻസ് ഈസ് -1. ക്ലിയർ ആയ പറഞ്ഞത്? ഇനി ഫസ്റ്റ് ടേമിലേക്ക് വരാം. ഫസ്റ്റ് ടേമിലേക്ക് വരാൻ എന്ത് ചെയ്യണം? 5th ടേം അറിയാവുന്നത്. അപ്പൊ 5ന്ന് 1ലേക്ക് എത്രയും 4 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പോ 5th ടേം -4 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് ഫസ്റ്റ് ടേം. 5 -4 ആണ് 1. അപ്പൊ 5th ടേമിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ എന്ത് കിട്ടിയെന്ന് നോക്കിയേ, 7 ആണ് 5th ടേം. അതിൽ നിന്ന് 4 ടൈംസ് കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ 7 - 4 ഇൻറ്റു -1. ഇവിടെ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് വരും. അപ്പോൾ അതാണ് 7 + 4 തോന്നുന്നത്. കാരണം 4 × 1 4 ആണ്. നെഗറ്റീവും പോസിറ്റീവ് ആണ്. അപ്പോൾ 7 + 4 11 ആണ്. എത്രാമത്തെ ടൈം? 1ാമത്തെ ടൈം. അപ്പോൾ 1ാമത്തെ ടൈം കിട്ടി. കോമൺ ഡിഫറൻസ് -1 ആണ്. കോമൺ ഡിഫറൻസ് -1 ആണെന്ന് പറഞ്ഞാൽ 1 വീതം സബ്ട്രാക്ട് ചെയ്ത് പോകാന്ന് അർത്ഥം. അപ്പോൾ 11 10 9 1 വീതം കുറച്ച് പോയാൽ -1 കൂട്ടുക എന്ന് പറഞ്ഞാൽ +1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 11 10 9 8 7 എക്സെട്ര ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടി. അപ്പോൾ mth ടേം എന്നും nth ടേം എമ്മും ആയാൽ എപ്പോഴും കോമൺ ഡിഫറൻസ് -1 ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏത് 2 ടേംസ് തന്നാലും നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പറേ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആവുള്ളൂ. അതുകൊണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.